ഹായ്. സോ നമ്മൾ ഇത്രയും സിലബസിൽ നമ്മളിപ്പോൾ നോക്കിയിരുന്നത് തേർഡ് മോഡ്യൂളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് മോഡ്യൂളിലെ ഡിജിറ്റൽ അനലോഗ് മോഡുലേഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ PAM, PWM, PPM ഇത് മൂന്നെണ്ണമാണ് നമ്മളിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടത്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു PCM. സോ ഇറ്റ്സ് പൾസ് കോഡ് മോഡുലേഷൻ. സോ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അനലോഗ് സിഗ്നൽ, നമ്മുടെ മെസ്സേജ് സിഗ്നലിന് ഓൺ ദ ബേസിസ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് നമ്മളതിനെ പൾസാക്കി മാറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ യു മേക്ക് ദാറ്റ് പൾസ് ഇൻ ടു ഡിഫറെൻറ്റ് യുണീക്ക് കോഡ്സ്. നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിലെ ലാസ്റ്റ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് അനലോഗ് സിഗ്നൽ ഓൺ ദി ബേസിസ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. സോ ദ കോഡ് ഈസ് ചേഞ്ചിങ്. എല്ലാത്തിൻ്റെയും കേസിൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The amplitude of the modulating signal, or the amplitude of the message signal, or the amplitude of the AF signal, audio frequency signal, will not change. Not only amplitude, frequency ആയാലും ഫേസ് ആയാലും ഈ പാരാമീറ്റേഴ്സ് ഒന്നും എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഒരു പാരാമീറ്ററും മോഡുലേഷനിൽ ടച്ച് ചെയ്യുന്നില്ല. വാട്ട് ചേഞ്ചസ് ഈസ് ദി കാരിയർ. സോ ദ കാരിയർ ഇവിടുത്തെ കേസിൽ ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ് ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് യു വിൽ ഗെറ്റ് എ കോഡ്. ഓക്കെ, എ ബൈനറി കോഡ്. സോ ദിസ് ബൈനറി കോഡ് ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ് over wireless. So basically long distance transmission ഒക്കെയാണ് നമ്മൾ PCM യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിനൊക്കെയാണ് നമ്മൾ PCM യൂസ് ചെയ്യുക. ദെൻ one part of the world, one part of the earth to another part of the globe, ഇതിനാണ് നമ്മൾ PCM മെയിനായിട്ട് യൂസ് ചെയ്യുക. സോ ഷോർട്ട് കമ്മ്യൂണിക്കേഷൻസിനല്ല, വെരി ലോങ് കമ്മ്യൂണിക്കേഷൻസ്. Okay, so this is the block diagram. I'll just go through that. So ഇത് അനലോഗ് സിഗ്നലാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് മോഡുലേറ്റിംഗ് സിഗ്നലാണ്. Then you have a block consisting of the complex circuitry. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം you will sample the signal, then you will quantize the signal. I will explain what quantization is, and then you encode it and transmit the code. Okay, so ഇത് ഓരോ ബ്ലോക്കും I will explain what it is. So this all together is the PCM, what do you call the PCM structure. Okay, ഇനി എന്തിനാണ് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ അനലോഗ് സിഗ്നൽ ആർ വൺ ആൻഡ് പ്രൈമറി ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് അനലോഗ് സിഗ്നൽ ആർ വെരി ഡിഫിക്കൽട്ട് ടു പ്രോസസ്. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് അനലോഗ് സിഗ്നൽ ആർ വെരി അഡിക്റ്റീവ് ടു നോയ്സ്. അതായത് നോയ്സ് കയറിക്കൂടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ അനലോഗ് സിഗ്നലിലാണ്. വെദർ ഇറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്, വെദർ ഇറ്റ് ഈസ് ഫ്രീക്വൻസി ഓർ ഫേസ്, ഇതിൽ ഏത് വേണമെങ്കിലും നോയ്സിന് ഓൾട്ടർ ചെയ്യാൻ കഴിയാം. സോ ഇറ്റ് ക്യാൻ ഇൻ്റർഫിയർ ഇൻ ദി മോഡുലേഷൻ, അല്ലെങ്കിൽ മോഡുലേഷൻ സിഗ്നലിലേക്ക്, മോഡുലേറ്റ് ചെയ്ത സിഗ്നലിലേക്ക് നോയ്സ് കയറി പറ്റാൻ വളരെ എളുപ്പമാണ്. മേ ബി ഇൻ സർക്യൂട്ടറി ലെവൽ ഓർ ഇൻ ദി ട്രാൻസ്മിഷൻ ലെവൽ. വൺസ് ട്രാൻസ്മിഷൻ കഴിഞ്ഞാലും കയറിക്കൂടാം, അതേപോലെ നമ്മൾ സർക്യൂട്ടറി ലെവലിലും കയറിക്കൂടാം. സോ അനലോഗ് സിഗ്നൽസ് ആർ വെരി addictive to noise or addictive to interferences. So then in the complex circuitries, ഇതൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ digital system is quite good. So the advantage of digital system is you have a definite code pattern, especially in PCM you have definite code pattern, and normally ഈ code patternൽ നോയ്സ് കയറി വരില്ല. കാരണം ഡെഫിനറ്റ്ലി 1ഉം 0 ആണ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഓരോ ലെവലിനെയും. സോ ഒരിക്കലും നോയ്സിനൊരിക്കലും അത്രയ്ക്കും പെർഫെക്റ്റ് ആവാൻ കഴിയില്ല. സോ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് നോയ്സ് ആൻഡ് സിഗ്നൽ. So SNR, signal to noise ratio, is very high in the case of PCM, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ്റെ കേസിൽ ഇത് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് വൈ വി നീഡ് ഡിജിറ്റൽ ട്രാൻസ്മിഷൻ. ഓക്കെ, ഇനി ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. സോ സാമ്പിളിംഗ് വി ഹാവ് സീൻ വാട്ട് സാമ്പിളിംഗ് ഈസ്. നമ്മൾ അനലോഗ് സിഗ്നലിൻ്റെ ഓരോ പാർട്ട് ഒരു പെർട്ടിക്കുലർ സാമ്പിളിംഗ് ഫ്രീക്വൻസിയിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാമ്പിൾ ഇൻ്റർവെല്ലിൽ, അത് തന്നെയാണ് സാമ്പിൾ ഫ്രീക്വൻസി, വിച്ച് ഫോളോസ് closely the Nyquist criteria. And the Nyquist criteria, sampling frequency should be at least twice the highest frequency appearing in the modulating signal. നമ്മുടെ മെസ്സേജ് സിഗ്നലിൽ ഏറ്റവും മാക്സിമം ഫ്രീക്വൻസിയുടെ ട്വൈസ് ആയിരിക്കണം സാമ്പിളിംഗ് ഫ്രീക്വൻസി. സോ അതാണ് നമ്മൾ സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടതാണ് Nyquist criteria എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. The second step is quantization. So this quantization is a process where you assign the sampled signals to a particular level. ഇത് നോക്കി, സാമ്പിളിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നലും ക്വാണ്ടൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നലും ഇങ്ങനെയായിരിക്കും. Okay, so
സോ ദിസ് ഈസ് ക്വാണ്ടൈസേഷൻ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. വാട്ട് യു സീ ഹിയർ ആർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. സോ ഈ ഡിഫറെൻറ്റ് സ്റ്റെപ്സിലേക്ക്, സ്മോൾ ഇൻ്റർവൽ സ്റ്റെപ്സിലേക്ക്, ഈ ഡിഫറെൻറ്റ് സ്റ്റെപ്സിലേക്ക് ഈ പറഞ്ഞ സാമ്പിളിംഗ് സിഗ്നലിനെ നമ്മൾ സ്റ്റെപ്സിലേക്ക് അസൈൻ ചെയ്യണം. സി ഫോർ എക്സാമ്പിൾ, ഈ ഒരു പീക്ക് എടുക്കുക. ഇഫ് ദാറ്റ് പീക്ക് ഈസ് ഇൻ ബിറ്റ്വീൻ ടു മൈന്യൂട്ട് സ്റ്റെപ്സ്, ഇറ്റ് വിൽ ജസ്റ്റ് അസൈൻ ദിസ് പീക്ക് ടു എ ഐദർ എബോവ് പീക്ക് ഓർ ബിലോ പീക്ക്. അല്ലെങ്കിൽ ബിലോ സ്റ്റെപ്പ്, എബോവ് അതിൻ്റെ അത് നടുവിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എവിടെയാണോ അതിൻ്റെ രണ്ട് ഇൻ്റർവെല്ലിൻ്റെ നടുക്ക് എവിടെയാണോ അത് കൂടുതൽ ഏത് ലെവലിലേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ ലെവലിലേക്ക് ഇത് അസൈൻ ചെയ്യും. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ദി എൻവലപ്പ് ഓഫ് ദി അനലോഗ് സിഗ്നൽ. അനലോഗ് സിഗ്നൽ അതേ എൻവലപ്പാണ്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ക്വാണ്ടൈസ്ഡ് സ്റ്റെപ്സ്, ഡിഫറെൻറ്റ് പ്രീ അസൈൻ സ്റ്റെപ്സ്. സോ ഈ സാമ്പിൾ ചെയ്ത സിഗ്നലിനെ ആ സ്റ്റെപ്സിലേക്ക് അത് പിന്നെ മെർജ് ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് അസൈൻ ചെയ്യും. യു ആഡ് എക്സ്ട്രാ ഇൻഫർമേഷൻ ഓർ യു ആഡ് എക്സ്ട്രാ സിഗ്നൽ so that this single peak is assigned to a particular level. അങ്ങനെ ഓരോ പീക്കിനെയും ഓരോ ലെവലായിരിക്കും. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടൈസ്ഡ് സിഗ്നൽസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അനലോഗ് സിഗ്നലുമായിട്ട് യാതൊരു താരതമ്യവും ഉണ്ടാവില്ല. ഓക്കെ, കാര്യമായ താരതമ്യം ഉണ്ടാവില്ല. ഇനി ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു നോയ്സ് കയറി വരുന്നുണ്ട് അല്ലേ. സോ ദിസ് ഇസ് നോൺ ആസ് ക്വാണ്ടൈസേഷൻ നോയ്സ്. എന്താ നോയ്സ്? യു ആർ ആഡിങ് സംതിങ് ടു ദി സാമ്പിൾഡ് പീക്ക് സോ ദാറ്റ് ആ ഒരു ആഡ് ചെയ്ത ശേഷമാണ് ആ ക്വാണ്ടൈസേഷൻ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ രണ്ട് മൈന്യൂട്ട് ലൈനിൻ്റെ ഇടയ്ക്കാണ് സാമ്പിൾഡ് പീക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് മേലത്തെ ലൈനിലേക്ക് അല്ലെങ്കിൽ താഴത്തെ ലൈനിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, ഈ അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ആർ ആഡിങ് സംതിങ് ഓർ യു ആർ കട്ടിങ് സംതിങ് ഫ്രം ദി സാമ്പിൾഡ് സിഗ്നൽ അല്ലേ. താഴത്തേലേക്കാണെങ്കിൽ യു ആർ കട്ടിങ് ഇറ്റ് ആൻഡ് മേലത്തേലേക്കാണെങ്കിൽ യു ആർ ആഡിങ് ഇറ്റ്. സോ എനിവേ യു ആർ ലൈക്ക് അറ്റ്ലീസ്റ്റ് യു ആർ ഐദർ യു ആർ കട്ടിങ് ഓർ യു ആർ എലാസ്റ്റിങ് ഇറ്റ് അല്ലെങ്കിൽ എൻലാർജിങ് ഇറ്റ്. സോ ഈ രണ്ട് പ്രോസസ്സാണെങ്കിലും അത് നോയ്സാണ്. ആക്ച്വലി ഒറിജിനൽ സിഗ്നലിൽ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന നോയ്സാണ്, അല്ലെങ്കിൽ ക്വാണ്ടൈസർ ചെയ്യുന്ന നോയ്സാണ്. നിങ്ങൾ കട്ട് ചെയ്താലും ശരി, നിങ്ങൾ എൻലാർജ് ചെയ്താലും ശരി, ഈ കട്ടഡ് പോർഷൻ അല്ലെങ്കിൽ എൻലാർജ്ഡ് പോർഷൻ ഈസ് എ നോയ്സ്. സോ അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ക്വാണ്ടൈസേഷൻ നോയ്സ് will be smaller if the step size is smaller അല്ലേ. ഇത് വളരെ അടുത്തടുത്തടുത്ത് മൈന്യൂട്ട് ലെവലിലാണെങ്കിൽ you don't have to add too much or you don't have to cut too much. So എത്രത്തോളം ഈ സ്റ്റെപ്സ് അടുക്കുന്നു അത്രത്തോളം the noise will be, the quantization noise will be reduced. ഓക്കെ, ഇതിനാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ നോയ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഓരോ ലെവലിനും ഓരോ കോഡ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ കോഡിലേക്ക് ഈ ഓരോ ലെവലിനും ഇനിയിപ്പോൾ നമ്മൾ ഓരോ ലെവലിലേക്ക് ഇതിനെ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഓരോ ലെവലിലേക്ക് എത്തിക്കുകയോ ചെയ്തല്ലോ ഈ സാമ്പിൾഡ് ഓരോ പീക്കിനെ. സോ ഈ ഓരോ പീക്കിനും ഓരോ കോഡ്, ഒരു ഡിജിറ്റൽ കോഡ് അസൈൻ ചെയ്യും. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് എൻകോഡിങ്. ഓക്കെ, സോ ഓരോ ലെവലിനും ഓരോ കോഡ് ഉണ്ടാവും. സോ ഈ പീക്കിനനുസരിച്ച് ഏത് ക്വാണ്ടൈസ്ഡ് ലെവലിലേക്കാണോ ഈ പീക്ക് വന്നിട്ടുള്ളത് അതിന് അനുസരിച്ചുള്ള കോഡ് ഇവൻ ജനറേറ്റ് ചെയ്യും. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് എൻകോഡിങ്. ഇനി റിസീവർ എൻഡിൽ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ വാട്ട് യു ഡു ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ റിസീവർ എൻഡ് വിൽ ബി ഡീകോഡിങ്. സോ യു ഡീകോഡ് ഈച്ച് ആൻഡ് എവറി പീക്ക് and then you reverse quantize and then you do a reconstruction. So sampling the opposite is reconstruction and then you go back to analog signal. So idana receiver endil varilla. Okay, so encoding and decoding is a process where you assign a particular digital code, a digital code to a particular level. So അതിൻ്റെ സർക്യൂട്ടറി ആണ് എൻകോഡർ അല്ലെങ്കിൽ എൻകോഡിങ് സർക്യൂട്ടറി. ഇനി അതിൻ്റെ മറ്റേ സൈഡിൽ നിങ്ങളിത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. സോ അതിൻ്റെ മറ്റേ സൈഡിൽ യു ആർ ആക്ച്വലി ഈ പറഞ്ഞ ഡിജിറ്റൽ ഡേറ്റയെ തിരിച്ച് ക്വാണ്ടൈസ്ഡ് ലെവൽസാക്കി സിഗ്നൽസാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. സോ ഇതാണ് ഒരു ആകമൊത്തത്തിലൊരു പൾസ് കോഡ് മോഡുലേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മോഡുലേഷൻ്റെ ഒരു സ്ട്രക്ചർ. So you are sampling, then you are quantizing and you are encoding. So these are the three steps: sampling, quantizing and encoding. Clear? Okay, so this is about that. So quantization will be a noise on the note here. It's quantization noise. It's because of the assignment noise. ഓരോ പീക്കും ഓരോ ലെവലിലേക്ക്
അസൈൻ ചെയ്യുന്ന നോയ്സാണ് ഈ ക്വാണ്ടിസേഷൻ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ കംസ് regeneration. So actually when you transmit the signal over a long distance, സിഗ്നൽ വീക്ക് ആവാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടറിയാണ് റീജനറേറ്റേഴ്സ്. സോ ദേ ആർ പുട്ട് ഇൻ റെഗുലർ ഇൻ്റർവൽസ് ലൈക്ക് 2 to 5 kilometers. Like say this is a hub and this is another hub. So you are actually transmitting a huge distance. Imagine a 600,000 kilometers. ഒരു ഇവിടെ നയിക്കുന്ന പൾസ്ഡ് ആണെങ്കിലും കോഡാണെങ്കിലും അവിടേക്ക് റീച്ച് ആവാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. സോ വാട്ട് യു ഡു ഈസ് യു പുട്ട് റീജനറേറ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഇത് ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷനിലൊക്കെ കാണുന്നൊരു സാധനമാണ് റീജനറേറ്റേഴ്സ്. ഓക്കെ, സോ ഇത് ഓരോ ഡെഫിനിറ്റ് ഇൻ്റർവെൽ സേ 2 to 5 kilometers, ഓരോ 5 kilometersലും റീജനറേറ്റേഴ്സ് ഉണ്ടാവും. സോ ടു ബൂസ്റ്റ് ദ സിഗ്നൽ. സോ ദ മെയിൻ പ്രോസസ് ഈസ് ഇക്വലൈസേഷൻ ഓഫ് ദ സിഗ്നൽ. അതായത് ആംപ്ലിറ്റ്യൂഡിലും ഫേസിലും എന്തെങ്കിലും ഡിസ്ട്രോഷൻ വരികയാണെങ്കിൽ അതിനെ ഇക്വലൈസ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക. അതാണ് വൺ ഓഫ് ദി പർപ്പസ് ഓഫ് റീജനറേഷൻ. സെക്കൻഡ് പർപ്പസ് ഈസ് എന്തെങ്കിലും ബിറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സിങ്ക്രണൈസ് ദാറ്റ്, യു ഹാവ് ടു ആഡ് ദ ബിറ്റ് ഫോർ സിങ്ക്രണൈസേഷൻ. കാരണം സെൻഡ് ചെയ്ത് ഒരു പൾസ് ഇങ്ങോട്ട് അയച്ച് ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുന്നു. ഈവൻ സോ ഇറ്റ്സ് ഓൾ വർക്ക്സ് വിത്ത് വേസ് ഓഫ് ഹാൻഡ് ഷേക്കിംഗ്. ഞാൻ അയച്ചിട്ടുണ്ട്, യെസ് ഐ ഗോട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഐ ആം റിസീവിങ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് റിസീവർ ഒരു മെസ്സേജ് ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ പെർഫെക്റ്റ് സിങ്ക്രണൈസേഷനിലാണ് സിസ്റ്റം മുഴുവൻ വർക്ക് ചെയ്യുന്നത്. സോ ഒരു ബിറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെടും. സോ ആ നഷ്ടപ്പെട്ട ബിറ്റ് ഏതാണോ അത് ഇൻസേർട്ട് ചെയ്ത് അതിനെ ഒരു പഴയ പോലെ ഇറക്കി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പണി റീജനറേറ്റേഴ്സിനാണ്. സോ ബിക്കോസ് ദാറ്റ് ഈസ് ലൈക്ലി ദർ ഈസ് ഗ്രേറ്റ് പോസിബിലിറ്റി ദാറ്റ് യു മിസ് എ ബിറ്റ്. ഒരു സിംഗിൾ ബിറ്റ് നഷ്ടപ്പെടുത്താൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം യു ആർ ട്രാൻസ്മിറ്റിംഗ് എ ഹ്യൂജ് ഡിസ്റ്റൻസ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസസ് എവിടെ നിന്ന് വേണമെങ്കിലും കയറി വരാം. സോ ഒരു 1 0 ആയി മാറാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ നോർമൽ കേസിൽ ട്രാൻസ്മിഷൻ ലൈൻസ് ആർ വെരി ടൈറ്റ്. ഒരിക്കലും അങ്ങനെ ഒരു എറർ അധികം സംഭവിക്കാറില്ല. ഇനി ഇൻ കേസ് സംഭവിച്ചാൽ തന്നെ അത് റീജനറേറ്റേഴ്സ് വിൽ കറക്റ്റ് ഇറ്റ്. സോ ഇറ്റ് വിൽ ഇൻസേർട്ട് എ ബിറ്റ് അക്കോർഡിംഗ്ലി സോ ദാറ്റ് ദി പൾസ് ഈസ് കംപ്ലീറ്റ്. ഓക്കെ, സോ ഇതാണ് മെയിൻ പർപ്പസ് ഓഫ് റീജനറേറ്റേഴ്സ്. സോ യു ആക്ച്വലി സ്ട്രെങ്തൻ ദിസ് വീക്ക് സിഗ്നൽ. യു ആക്ച്വലി മേക്ക് ഇറ്റ് കറക്റ്റ്. എറർ ഉണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡിലോ ഫേസിലോ എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും, അതേപോലെ സിങ്ക്രണൈസേഷൻ നോയ്സസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുമാണ് നമ്മൾ റീജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് പിന്നെ നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ. സോ ബേസിക്കലി അനലോഗ് പൾസ് മോഡുലേഷനാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ കണ്ടത്. യു യൂസ് ദ അനലോഗ് സിഗ്നൽ ടു ഡിഫോം ദി കരിയർ പൾസസ്. സോ ഈ കരിയർ എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും. സോ ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. അനലോഗ് മോഡുലേഷനും ഈ അനലോഗ് പൾസ് മോഡുലേഷനും തമ്മിൽ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ എന്ന് പറയുന്നത് പൾസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി സോ ഇൻ ദിസ് മൊഡ്യൂൾ. ഓക്കെ, താങ്ക് യു.